ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെപ്പറ്റി പറഞ്ഞാൽ അവസാനമില്ല. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഭൂമിയിലെ ഒരു പുൽനാമ്പ് പോലും അദ്ദേഹത്തിന്റെ ദിവ്യത്വത്താൽ വശീകരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജനനസമയം ലോകത്തിന് വളരെയേറെ സ്വസ്ഥതയുണ്ടാവുകയും ഗ്രഹങ്ങളുടെ നില കൃത്യമാവുകയും ചെയ്തു. ആ സമയം അസുരന്മാരുടെ മനസ്സുകളിൽ വലുതായ ഭയവും ഉത്ഭൂതമായി. അദ്ദേഹത്തിന്റെ ലീലകളെ ഗോപാലങ്ങൾ എന്ന് പണ്ഡിതന്മാർ സംബോധന ചെയ്തിരിക്കുന്നു. ഇതനുസരിച്ച് ദേവകീപുത്ര ഗോപാലം, ലീലാ ഗോപാലം, യശോദ ഗോപാലം, നന്ദഗോപ ഗോപാലം, പൂതനാമോക്ഷ ഗോപാലം, ശകടപഞ്ചക ഗോപാലം, തൃണാവർത്ത ഗോപാലം, വിദ്യാരാജ ഗോപാലം, ഗോവർദ്ധന ഗോപാലം, ദാമോദര ഗോപാലം, കാളീമർദ്ദന ഗോപാലം, വിപ്രഗോപാലം, സന്താന ഗോപാലം, മദന ഗോപാലം, കംസാരി ഗോപാലം, കുചേല ഗോപാലം, പാർത്ഥസാരഥി ഗോപാലം എന്നിങ്ങനെ 196 ലീലകളെപ്പറ്റി ഭാഗവതത്തിലും ഹരിവംശത്തിലും വർണ്ണിച്ചിരിക്കുന്നു. ഇവയിൽ പ്രസക്തമായ 1-2 താഴെ പറയുന്നു. വിദ്യാരാജഗോപാലം. കംസവധ ശേഷം സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനെത്തിയ രാമകൃഷ്ണന്മാർ 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണങ്ങളും 64 കലകളും ധനുർവേദവും ആയോധന വിദ്യകളും വെറും 64 ദിവസം കൊണ്ട് പഠിച്ചു തീർത്തു. ഓരോ ശാസ്ത്രങ്ങൾ മുനി ചൊല്ലിക്കൊടുക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. ഇതുകൊണ്ട് മുനി അത്ഭുതപ്പെടുകയും ഗുരുദക്ഷിണയായി തന്റെ മരിച്ച മകനെ തരുവാനായി കൃഷ്ണനോട് യാചിക്കുകയും ചെയ്തു. കൃഷ്ണൻ ദിവ്യശക്തിയാൽ മരിച്ച മകനെ ഗുരുവിന് നൽകി. ഇത്തരത്തിൽ സർവതരം വിദ്യയുടെയും രാജനാകയാൽ കൃഷ്ണൻ സിദ്ധിച്ച നാമമാണ് വിദ്യാരാജഗോപാലൻ. വിദ്യാരാജഗോപാലൻ പണ്ഡിതന്മാരുടെ ഉപാസനാമൂർത്തിയാണ്. ഗോപാലമന്ത്രങ്ങളിൽ രാജാവാണ് വിദ്യാരാജഗോപാല മന്ത്രം. ഗോവർദ്ധന ഗോപാലം. ഇന്ദ്രന്റെ ദർപ്പം ശമിപ്പിക്കാനായി ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ ഗോവർദ്ധന പർവ്വത്തെ ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഗോവർദ്ധന ഗോപാലൻ എന്ന് വിളിക്കുന്നു. വെറും ഇടതുകൈയിന്റെ ചെറുവിരൽ കൊണ്ട് പർവ്വത്തെ എടുത്തുയർത്തിയ കൃഷ്ണൻ 7 ദിവസം പർവ്വതത്തെയും താങ്ങി നിൽക്കുകയുണ്ടായി. ഇന്ദ്രൻ സമ്മർദ്ദക മേഘങ്ങളിലേച്ചുപോലും മഴ പെയ്യിച്ചെങ്കിലും ഗോപന്മാർക്കു യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഒടുവിൽ ഇന്ദ്രൻ തോൽക്കുകയും കൃഷ്ണനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഗോവർദ്ധന ഗോപാലൻ കർഷകരുടെ ഉപാസനാമൂർത്തിയാണ്. മദനഗോപാലം. ഗോപസ്ത്രീകളുമായി രാസലീലകളാടിയതിനാൽ കൃഷ്ണനെ മദനഗോപാലൻ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ അതൊരു ആത്മീയ ലീലയായിരുന്നു. ഗോപസ്ത്രീകൾ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ശരീരബോധം വിടുകയും ആത്മഭാവത്തിൽ കൃഷ്ണനുമായി നൃത്തം ചെയ്യുകയുമാണുണ്ടായത്. തന്റെ സമീപമെത്തിയ സാധാരണക്കാരായ ഗോപാലനാരികൾക്ക് നിമിഷാർത്ഥം കൊണ്ട് യോഗികൾ അനുഭവിക്കുന്ന സമാധി സുഖം നൽകുവാൻ കൃഷ്ണന്റെ ദിവ്യശക്തിക്ക് സാധിച്ചു. ദൂരെ നിന്ന് നോക്കിയവർക്ക് ഓരോ ഗോപസ്ത്രീയും കൃഷ്ണനെ ധ്യാനിക്കുന്നതായി മാത്രം കാണുവാനേ സാധിച്ചുള്ളൂ. മദനഗോപാലൻ ഗൃഹസ്ഥന്മാരുടെ ഉപാസനാമൂർത്തിയാണ്. ദേവകീപുത്ര ഗോപാലം. ദേവകി ദേവിയുടെ ഗർഭത്തിൽ പുത്രനായി ജന്മമെടുത്തതിനാലും ദേവകിയുടെ പുത്രനാവുകയാലും ദേവകീപുത്രൻ എന്ന് കൃഷ്ണൻ പേരുണ്ടായതായി പറയുന്നു. ദേവകീപുത്ര ഗോപാലൻ കുടുംബധൃതയുടെ ദേവനാണ്. കംസാരി ഗോപാലം. കംസന്റെ ശത്രുവാകയാലും കംസനെ വധിച്ചതുകൊണ്ടും കംസാരി ഗോപാലനായി. കംസാരി ഗോപാലൻ ശതുസംഹാര മൂർത്തിയാണ്. സന്താന ഗോപാലം. മക്കൾ നഷ്ടപ്പെട്ട വിപ്രന്റെ കുഞ്ഞുങ്ങളെ വൈകുണ്ഠത്തിൽ പോയി തിരികെ കൊണ്ടുവന്നതിനാൽ സന്താന ഗോപാലനായി. സന്തതി ലാഭത്തിനും കുടുംബക്ഷേമത്തിനുമുള്ള മൂർത്തിയായി ഹിന്ദുക്കൾ സന്താന ഗോപാലനെ കാണുന്നു. ഇത്തരത്തിൽ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഓരോ ഉപാസനാമൂർത്തിയും കൃഷ്ണന്റെ ഓരോരോ ലീലകളെയാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണന്റെ വായ്മൊഴിയായും വരമൊഴിയായും പറഞ്ഞു കേൾക്കുന്ന ലീലകളെപ്പറ്റി മാത്രം ഒരു ഗ്രന്ഥം എഴുതിയാൽ അത് തന്നെ മഹാഭാരതത്തേക്കാൾ വലിപ്പമുണ്ടാകും.